അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അവിടെ ഇപ്പോൾ എന്താണ് നിലവിലെ അവസ്ഥ, എന്താണ് ഈ വിവാദമെന്ന് വളരെ വിശദമായി പ്രേക്ഷകർക്ക് പറഞ്ഞു തരാൻ എനിക്കിപ്പം സരിക സജി ചേരുന്നുണ്ട് തത്സമയം. സരിക, ഈ ഗോൾഡ് ഡിഗേഴ്സ് എന്ന പ്രയോഗം സത്യം പറയാൻ നമ്മൾ ഈ സ്ത്രീകളെയൊക്കെ മോശക്കാരാക്കുന്ന ഒരു സംഗതിയാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ ചൈനീസ് ഗെയിമിംഗ് പ്ലാറ്റ്ഫോം സ്ട്രീമിൽ ഇറങ്ങിയ അന്ന് തന്നെ ബെസ്റ്റ് സെല്ലേഴ്സ് ചാർട്ടിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം. സമൂഹത്തിൻ്റെ രണ്ട് കാഴ്ചപ്പാടുകളല്ലേ സരിക? കാരണം ഒരു വശത്ത് വിമർശനം, മറ്റൊരിടത്ത് ആഘോഷമാണ്. ഇപ്പം പേരൊക്കെ മാറ്റിയത് കൊണ്ട് ഇവർക്ക് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ, വിവാദത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? സേതുലക്ഷ്മി, ആദ്യം തന്നെ ഇത് സ്ത്രീകളെ മോശമായി ബാധിക്കുന്ന ഒരു പേരായി നമുക്ക് ഗോൾഡ് ഡിഗേഴ്സിനെ പറയാൻ പറ്റില്ല. എന്താണ് ഗോൾഡ് ഡിഗേഴ്സ് എന്ന് പറഞ്ഞാൽ? സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ട് പ്രണയത്തെ ഉപാധിയാക്കുന്ന വ്യക്തികൾ. അത് സ്ത്രീയാകാം, പുരുഷനാകാം, ആര് വേണോ ആകാം. അപ്പോൾ ഈ ഗെയിമിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ ഗെയിമിലെ പ്രധാന കഥാപാത്രങ്ങളായ ഗോൾഡ് ഡിഗേഴ്സായി എത്തുന്നത് സ്ത്രീകളാണ് എന്നതാണ് വിവാദത്തിനുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പോൾ എന്തുകൊണ്ട് ഇതിനകത്ത് സ്ത്രീകളെ ഉൾപ്പെടുത്തി, എന്തുകൊണ്ട് പുരുഷന്മാരെ ഉൾപ്പെടുത്തിക്കൂടാ? ഗോൾഡ് ഡിഗേഴ്സ് ആയിട്ട് പ്രണയ തട്ടിപ്പ് നടത്തുന്ന പുരുഷന്മാർ നമ്മുടെ സമൂഹത്തിലില്ലേ? എന്തുകൊണ്ട് പുരുഷന്മാരെ ഗോൾഡ് ഡിഗേഴ്സ് ആയിട്ട് ഇതിനകത്ത് അവതരിപ്പിക്കുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അപ്പോൾ ഈ ഒരു ഗെയിം റിലീസ് ചെയ്യാനുള്ളൊരു പശ്ചാത്തലം എന്താണെന്ന് നമ്മൾ ആദ്യം അറിയണം. ചൈനയിൽ ഫാറ്റ് കാറ്റ് എന്ന പേരിൽ ഒരു പ്രശസ്തനായ ഒരു ഗെയിമിംഗ് ഇൻഫ്ലുവൻസർ ഉണ്ടായിരുന്നു. അയാൾ ഈ വർഷം ഏപ്രിലിൽ സൂയിസൈഡ് ചെയ്തു. ഗേൾഫ്രണ്ടുമായിട്ട് ബ്രേക്കപ്പ് ആയതിനെ തുടർന്നാണ് സൂയിസൈഡ് ചെയ്യുന്നത്. അപ്പം ഇയാൾ ഒരു ഗോൾഡ് ഡിഗിങ്ങിൻ്റെ ഇരയാണെന്നുള്ള രീതിയിലാണ് ചൈനയിൽ വാർത്ത വന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ജൂണിൽ ഹോങ്കോങ്ങിലെ ഒരു പ്രശസ്തനായ ഒരു സിനിമാ സംവിധായകനാണ് ഈ ഗെയിമിൻ്റെ ക്രിയേറ്റർ. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഈ ഗെയിം റിലീസ് ചെയ്തതോടെ വമ്പൻ ഹിറ്റായി ഇത് ചൈനയിൽ. 10,000-കണക്കിന് ആളുകളാണ് ആദ്യത്തെ ഒരാഴ്ച തന്നെ ഈ ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്ത് കളിച്ചത്. പക്ഷേ ഹിറ്റായപ്പോഴത്തേക്കും ഇതിൻ്റെ പിന്നിലെ കോൺട്രവേഴ്സി ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങി. എന്തുകൊണ്ട് സ്ത്രീകളെ മാത്രം ഉൾപ്പെടുത്തി ഒരു ഗോൾഡ് ഡിഗിങ് എന്നുള്ള പേരിൽ ഒരു ഗെയിം റിലീസ് ചെയ്തു? പുരുഷന്മാരെ അതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല, എന്തുകൊണ്ട് പുരുഷന്മാരെ ഉൾപ്പെടുത്തുന്നില്ല എന്നതാണ് ചോദ്യം. ഈ ഗെയിമിൻ്റെ പ്രമേയം തന്നെ ഗോൾഡ് ഡിഗേഴ്സായ പ്രണയത്തട്ടിപ്പ് നടത്തുന്ന സ്ത്രീകളെ തെറ്റിദ്ധരിപ്പിച്ച് അവരോട് എങ്ങനെ പക വീട്ടാം എന്ന് ചിന്തിക്കുന്ന പുരുഷ നായകന്മാരാണ് ഇതിനകത്തെ നായകന്മാർ. അല്ലെങ്കിൽ ഇതിനകത്ത് ഒരു ഗെയിമിൻ്റെ പ്രമേയം എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്. അത് സത്യത്തിൽ നമ്മുടെ ഒരു സൊസൈറ്റിയിൽ സ്ത്രീകൾ മോശക്കാരായിട്ട് ചിത്രീകരിക്കുന്ന ഒരു പൊതുബോധമാണ് സൃഷ്ടിക്കുന്നത്. അത് തെറ്റാണ്. ഈ വിമർശനങ്ങളൊക്കെ നിലനിൽക്കുമ്പം തന്നെ ഇതിൻ്റെ ഈ ഒരു ഗെയിമിൻ്റെ സെയിൽസ് ചൈനയിൽ വൻ രീതിയിലാണ് ഇതിൻ്റെ സെയിൽസ്. ഇപ്പോൾ ബ്ലാക്ക് മിത്ത് വൂക്കോങ് എന്ന് പറഞ്ഞിട്ട് ചൈനയിലെ തന്നെ എക്കാലത്തെയും പ്രശസ്തമായ ഒരു ഗെയിമുണ്ട്. ആ ഗെയിമിൻ്റെ റേറ്റിങ്ങിനെ പോലും സർപ്പാസ് ചെയ്യുന്ന രീതിയിലാണ്, കടന്നു കയറുന്ന രീതിയിലാണ് ഈ ഗെയിമിൻ്റെ സെയിൽസ് നടക്കുന്നത്. അപ്പം സ്ത്രീകളെ മോശക്കാരായിട്ട് ചിത്രീകരിക്കുന്ന ഒരു ഗെയിം ഇത്രയും ഒരു വിമർശനം ചൈനയിൽ വന്നിട്ട് പോലും എന്തുകൊണ്ട് ഇതിൻ്റെ സെയിൽസ് കുറയുന്നില്ല, എന്തുകൊണ്ട് ഇത് കൂടുന്നു എന്നുള്ളതാണ് വസ്തുത. ശരി സരിക, അത് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ പേര് മാറ്റാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്, അതുകൊണ്ടൊക്കെ വിവാദം കെട്ടിടങ്ങുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നോക്കി അറിയാം.